അങ്ങനെ വിശ്വവിഖ്യാതമായ വോട്ട് ചോരി അലിഗേഷൻസിന് ശേഷം രാഹുൽ ഗാന്ധി പുതിയൊരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം എന്നൊക്കെ ചോദിച്ചാൽ, നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റിന്റെ പേരിൽ പൊതിഞ്ഞെടുത്ത പ്രകൃതിയുടെ ചൂഷണവും പ്രകൃതിയുടെ കില്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ് വരുന്നതോടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അങ്ങോട്ട് ഇല്ലാണ്ടാകും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറിപ്പോയി. കേരളത്തിലടക്കം 90% ജനങ്ങളും പറഞ്ഞത്, ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, എന്താ അത്, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്നൊക്കെ, ആ ഒരു രീതിയിലേക്കുള്ള റിയാക്ഷൻ ആയിരുന്നു അവരൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിന് എഗൈൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നൊക്കെയാണ്. ഓഫ് കോഴ്സ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ കൊണ്ട് ഇന്ത്യക്ക് അതിഭീകരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റൂ? ഇല്ല. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. സോ ഈ ഒരു വീഡിയോ എന്താണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്, അതെന്തുകൊണ്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നു, എന്തൊക്കെയാണ് ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ തുടങ്ങുമ്പം ഏറ്റവും ആദ്യം പറയേണ്ടത്, ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാകുന്നു എന്നുള്ളതാണ്. നമ്മളോട് എല്ലാവരോടും ചോദിച്ചാൽ നമ്മൾ പറയും ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കന്യാകുമാരിയാണെന്ന്. കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എന്നുള്ളൊരു പറച്ചിൽ പണ്ട് തൊട്ടേ നമുക്കുണ്ടല്ലോ. സത്യത്തിൽ അങ്ങനെയല്ല. ഇന്ത്യൻ ടെറിട്ടറിയുടെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മളതിനെ ഇന്ദിര പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഈ സംഗതി കിടക്കുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ്. ഏത്? ആൻഡമാൻ നിക്കോബാർ സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് അത് കിടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സ്ട്രൈറ്റ് ഓഫ് മലാക്കയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റാണ്. എന്ന് വെച്ചാൽ മലാക്ക കടലിടുക്കിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റാണ്. ഈ കടലിടുക്കിൻ്റെയും ആ റീജിയൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡോ പസഫിക് റീജിയനിൽ കൂടെ, പ്രത്യേകിച്ച് ഈ കടലിടുക്കിൽ കൂടെയാണ് ലോകത്തിന്റെ വലിയൊരു ശതമാനം ഓയിലിന്റെ കച്ചവടം, വ്യാപാരമൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഷിപ്പുകളൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നത് ഈ ഒരു സ്ഥലത്തോടെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഈ പറയുന്ന ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ മറ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലോട്ട് നമുക്ക് പതുക്കെ പോകാം. അതിന് മുന്നോടിയായിട്ട് അവിടെ നടത്താൻ പോകുന്ന ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ ഒരു ചെറിയ രൂപം വളരെ ചുരുക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. സോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അവിടെ കൊണ്ടുവരാൻ പോകുന്ന ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് ഏകദേശം 70,000 കോടി രൂപ തൊട്ട് 92,000 കോടി രൂപ വരെയാണ് ഒരു എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിക്കോബാർ ഐലൻഡിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പോർട്ട് നമ്മളവിടെ പണിയാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കാർഗോ ഷിപ്പുകളിനെയൊക്കെ, വലിയ കാർഗോ ഷിപ്പുകളിനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം അവിടെ പണിയാൻ പോകുന്നത്. അപ്പം ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഏരിയയിൽ കൂടെയുള്ള എല്ലാവരും ആശ്രയിക്കുന്നത് ഒന്ന് കൊളംബോയുടെ അല്ലെങ്കിൽ രണ്ടാമത്തത് സിംഗപ്പൂരിന്റെ പോർട്ടുകളിനെയാണ്, ഇന്ത്യ അടക്കം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം ചിലവുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ചിലവ് എന്നേക്കുമായിട്ട് കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു പോർട്ടിനെ കൊണ്ട് സാധിക്കും. മാത്രമല്ല, അതിലൂടെ പോകുന്ന മറ്റ് കാർഗോ ഷിപ്പുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കത് ലോങ് റണ്ണിൽ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാക്കും. ഇതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സംഗതിയുടെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ടത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേവിനെയും മിലിറ്ററിനെയും ഒക്കെ അവിടെ വിന്യസിക്കാനും അവർക്ക് അവിടെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കാനും കൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. സംഭവം അത് തുടക്കത്തിൽ അത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി ഇതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പോർട്ട് അവിടെ വരുമ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ജപ്പാൻ, ഓസ്ട്രേലിയ, US പോലെയുള്ള സ്ഥലങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം നമുക്ക് കുറെ കൂടെ സ്ട്രോങ് ആക്കാനും പറ്റും. ഇപ്പോഴും ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റിലോട്ട് വന്നിട്ടില്ല, അത് നമുക്ക് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് പറയാം. ഇനി ആ ഒരു ഐലൻഡിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്. എയർപോർട്ട് വരുമ്പോൾ എഗൈൻ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലത്തെ ടൂറിസം ഭയങ്കരമായിട്ട് വികസിക്കും. സോ അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സിവിലിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ ഈ കാർഗോ, അതായത് വീണ്ടും കച്ചവടപരമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ മിലിറ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ വ്യോമസേന റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു എയർപോർട്ട് അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ എയർപോർട്ടും
അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വേണമല്ലോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് പവർ വേണമല്ലോ. അപ്പോൾ ഈ പവറിന് വേണ്ടിയിട്ട് ഒരു പവർ പ്ലാന്റും അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പവർ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റിന്യൂവബിൾ എനർജിയുടെയും മറ്റതിൻ്റെയും ഒരു മിക്സ് ആയിട്ട് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അവിടെ ആ ഒരു പവർ പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇതുകൊണ്ട് തീരുന്നില്ല. ഈ മിലിറ്ററിയും നേവിയും എയർപോർട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടും, അതായത് എന്താ തുറമുഖവും ഒക്കെ കൂടി ആകുമ്പം ഇവിടെയൊക്കെയുള്ള ജീവനക്കാർക്ക് അവരുടെ കുടുംബത്തിനൊക്കെ ജീവിക്കണമല്ലോ. സോ അതിൻ്റെ ഉള്ളിൽ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവുമല്ലോ. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ വീടുകൾ വരും, സ്കൂള് വരും, ഹോസ്പിറ്റൽ വരും. അടുത്ത കുട്ടികൾക്കൊക്കെ പഠിക്കൊക്കെ വേണ്ട, അവർക്ക് അത്യാവശ്യം ഉണ്ടായാൽ ഹോസ്പിറ്റൽ വേണ്ട, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ വരും. പിന്നെ ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമാവാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കൂടെ അവിടെ വരും. അപ്പോഴാണ് അത് പൂർണ്ണമാകുക. മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമ്പോഴാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മെയിൻലാൻഡുമായിട്ട് ഈ ഗ്രേറ്റ് നിക്കോബാറിലെ ആളുകൾക്കും അതിലത്തെ വിദൂര ഐലൻഡുകളിൽ താമസിക്കുന്ന ആളുകൾക്കുമൊക്കെ ശരിക്കും ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഡിജിറ്റൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരും. അപ്പം ഇതൊക്കെ കൂടിയതാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു ഏരിയയിലെ മൊത്തം ഡെവലപ്മെന്റുകൾ അതുപോലെ തന്നെ ഇന്ത്യ അവിടെ ഉദ്ദേശിക്കുന്ന നേവിയുടെയും മിലിറ്ററിയുടെയും വിന്യാസം, അവരുടെ ഹബ്ബുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറഞ്ഞു ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ ആ ഒരു എൻഡ് കിടക്കുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണെന്ന് പറഞ്ഞു. ഇത് മലാക്ക സ്ട്രൈറ്റിന് അല്ലെങ്കിൽ മലാക്ക കടലിടുക്കിന് വളരെ അടുത്താ കിടക്കുന്നതെന്നും കൂടെ പറഞ്ഞു. ആ ഒരു ഏരിയയിൽ കൂടെയാണ് ലോകത്തിന്റെ വലിയൊരു ശതമാനം ഓയിൽ ചരക്ക് ഗതാഗതം നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ വാറുണ്ടായ സമയത്ത് നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർത്തൂസ് കടലിടുക്ക് കൂടെയുള്ള ചരക്ക് ഗതാഗതം, ഓയിലിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇറാൻ അവിടെ നല്ല കളി കളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇറാൻ അവിടെ ആ ഒരു ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഹോർത്തൂസ് എന്നുള്ളതിനെ കൊണ്ടാണ് അവർക്ക് അവിടെ കയറി കളിക്കാനായിട്ട് പറ്റുന്നത്. അതേപോലത്തെ ഒരു ഏരിയ ആണ് ഈ മലാക്ക കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇന്ത്യക്ക് അവിടെ തന്ത്രപ്രധാനമായിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജി ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്താൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മൾ ഇറാനെ പോലെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്ന ഒരു രാജ്യമല്ല. നമുക്ക് നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഡെവലപ്മെന്റുമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് അവിടെ പോർട്ടും വിമാനത്താവളവും ഒക്കെ വന്ന് നമ്മൾ നമ്മുടെ നേവീനെയും മിലിറ്ററിനെയും ഒക്കെ ഹബ്ബുകൾ അവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രൈറ്റ് ഓഫ് മലാക്കയുടെ അടുത്തുകൂടെ അതേപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയണൽ കൂടെയുള്ള എല്ലാ ചരക്ക് ഗതാഗതവും എല്ലാ ഷിപ്മെൻറ്റ്സും നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേലിൽ നമുക്ക് സംശയമൊക്കെ തോന്നുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കൃത്യമായിട്ട് ഇടപെടാനായിട്ട് പറ്റും. ഇനി ഇവിടെയാണ് നമ്മുടെ തൊട്ട അയൽപ്പക്കക്കാരനായിട്ടുള്ള ചൈനയുടെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാൻ കിടക്കുന്നത്. ചൈനയുടെ വലിയൊരു ശതമാനം വാണിജ്യവും ഗതാഗതവും ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന ഒരു ഏരിയയിൽ കൂടെയാണ്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് മലാക്കയിൽ കൂടെയൊക്കെ തന്നെയാണ്. ചൈന ചരിത്രപരമായിട്ടൊരു എക്സ്പാൻഷനിസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു രാജ്യമാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ അവരുടെ ബൗണ്ടറീസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരുടെ രാജ്യം വലുതാക്കിക്കൊണ്ടിരിക്കണം. അതിനവർ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ റെഡിയാവും. അതുകൊണ്ടാണല്ലോ നമ്മുടെ അരുണാചൽ പ്രദേശൊക്കെ അവരുടെ മാപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ആൾക്കാരാണ് അവർ. ആ ഒരു എന്താ പറയുക ഇന്ത്യൻ ഓഷ്യൻ്റെ റീജിയണിൽ ചൈന നല്ല കാര്യമായിട്ടുള്ള നേവിയുടെ ഡിപ്ലോയ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ നാവികസേനനെ വല്ലാണ്ട് വിന്യസിക്കുന്നുണ്ട്. ചൈന എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണത്. അവരവരുടെ ശക്തിപ്പെടുത്താനും മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അപ്പം ചൈനനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലെ പ്രോജക്റ്റിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അസ്വസ്ഥരായിട്ടുള്ളത് ചൈനയാണ്. പക്ഷേ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചൈന നല്ല രീതിയിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനൊരു പ്രോജക്റ്റിനെതിരെ വരുന്ന സമയത്ത് പുള്ളിയോട് ജനങ്ങൾ ചൈനയുടെ ഫണ്ട് മേടിച്ചിട്ടുണ്ടോ, സോറോസിൻ്റെ ഫണ്ട് മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. സോ ഒരു ഓപ്പോസിഷൻ ലീഡർ കുറച്ചും കൂടെ മെച്വേർഡായിട്ട് പെരുമാറണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണിത്. അപ്പം ഏകദേശം ഈ ഒരു ഏരിയ എന്തുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലിയും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഏകദേശമൊക്കെ പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി ഈ ഒരു ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സുനാമി പോലെ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് ഇടപെടൽ നടത്താനായിട്ടും ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഹബ്ബ് ഉണ്ടാവുന്നതിൽ കൂടെ സാധിക്കും. ഇനി ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഐലൻഡിൽ ഇത്രയും വലിയ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവരുമ്പം അതിൻ്റെ ഹാബിറ്റാറ്റ് ലോസ് അല്ലെങ്കിൽ പ്രകൃതിക്ക് നാശമുണ്ടാകും എന്നുള്ളതാണ് വല്ലാണ്ട് അതിന് എതിരായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു ആരോപണം. ശരിയാണ്, ഏത് പ്രോജക്റ്റ് വന്നാലും അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കും. അങ്ങനെ നോക്കിയാലും നമ്മൾ എല്ലാ ആൾക്കാരും കുറ്റക്കാരാണ്. നമ്മളിപ്പം ഈ നാടായ നാടൊക്കെ ഉണ്ടാക്കിയിട്ട് ടൗൺഷിപ്പൊക്കെ ഉണ്ടാക്കി വലിയ വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ കെട്ടി ജീവിക്കുന്നത് ഇതേപോലെ കാടും മേടും ഒക്കെ വെട്ടി നിരത്തിയും അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി മുറിച്ചിട്ടൊക്കെയാണ്. റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഡെവലപ്മെൻറ്റ് വരിക എന്ന് പറയുമ്പം അതിൻ്റെ ഒപ്പം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുറേ നഷ്ടങ്ങൾ. അപ്പം നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു ബ്യൂട്ടിഫുൾ ഐഡിയ ഉണ്ട്, വിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് പരമാവധി നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ അതിനെ കൂടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി ഈ ഒരു പ്രോജക്റ്റേ പാടില്ല, ഇതുണ്ടാവാനേ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് പറയേണ്ടിയിരുന്ന എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. എന്താ അതിൻ്റെ ഒരു മലയാളം വാക്ക്? ഐ തിങ്ക് സുസ്ഥിര വികസനം അല്ലേ? എന്ന പ്രകൃതിനെയും എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ട് പരമാവധി അവർക്കുള്ള ഡാമേജ് കുറച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ആ ഒരു കാര്യം ചെയ്യാനായിട്ട് കറണ്ട് സെൻട്രൽ ഗവൺമെൻറ് ശ്രമിക്കും എന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ മേലൊരു വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ കാരണം അവരായിട്ട് തന്നെ ഇത്രയും നാൾ കൊണ്ടുവന്നിട്ടുള്ള പല പ്രോജക്ട്സുമാണ്. നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഡയറക്റ്റ് ഇമ്പാക്റ്റ് കുറച്ചുകൊണ്ടാണ് ഉജ്ജ്വല എന്ന് പറയുന്നൊരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നത്. പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് ഡോൾഫിൻ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗവൺമെൻറ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ നമാമി ഗംഗ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലത്തെ വാട്ടർ ബോഡീസിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു മെത്തേഡും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത്. പിന്നെ മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന സമയത്ത് പരമാവധി ഹാബിറ്റാറ്റ് ലോസ് കുറച്ചിട്ട് ഈ വനങ്ങളുടെയൊക്കെ മേലേക്കൂടെയും മറ്റൊക്കെ പാലങ്ങളൊക്കെ പണിത് റോഡൊക്കെ ഉണ്ടാക്കിയാൽ നോക്കിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർ ഈ ഒരു കാര്യം വളരെയധികം സൂക്ഷ്മമായിട്ട് തന്നെ എടുക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിൽ UPA ഗവൺമെൻറ് ആണോ നല്ലത്, NDA ഗവൺമെൻറ് ആണോ നല്ലത് എന്ന് പറയാനായിട്ട് നിർഭാഗ്യവശാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രോജക്റ്റുകൾ, ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒന്നും നമ്മുടെ രാജ്യത്ത് പണ്ട് നടന്നിട്ടില്ല. അതൊരു വാസ്തവമാണ്. കൂടുതൽ ശക്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന, കൂടുതൽ സ്ട്രോങ് ആവാൻ ഉദ്ദേശിക്കുന്ന, കൂടുതൽ ഡെവലപ്ഡ് ആവാൻ ഉദ്ദേശിക്കുന്ന, കൂടുതൽ സെക്യൂർഡ് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ അങ്ങനെ ചുമ്മാ ഇടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഡെവലപ്മെൻറ്റ് വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്നൊരു കരുതൽ എടുത്തില്ലെങ്കിൽ നാളെ സെക്യൂരിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡും ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന പോലെ പരിസ്ഥിതി ഒന്നും നാളെ ഉണ്ടാവില്ല. അപ്പം ഇന്നേ തന്നെ കരുതലെടുക്കുന്നതും പരമാവധി അതിനൊക്കെ നിലനിർത്തിക്കൊണ്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതുമാണ് നമുക്ക് അത്യാവശ്യം. ഇനി ഞാനൊരു തോട്ടും കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഒരു മരം മുറിക്കുന്ന സമയത്ത്, ഒരു കൾച്ചറലായിട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മരം മുറിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അത് മുറിക്കുമ്പോഴത്തേക്ക് ആ മരത്തിന് പൂജയൊക്കെ ചെയ്ത് അതിനോട് ക്ഷമയൊക്കെ ചോദിച്ച് മുറിക്കാറുള്ളവരായിരുന്നു നമ്മുടെ ആൾക്കാരൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മരം പോകുമ്പം അതിൽ കുറേ ജീവികൾ വരുന്നത്, അവർക്കൊക്കെ ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമൊക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണുള്ളത്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്ന നമ്മൾ, പ്രത്യേകിച്ച് ഒരു വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന, ലോകം മുഴുവൻ നമ്മുടെ തറവാടാണ്, ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ എന്താ പറയുക കുടുംബത്തിലെ അംഗങ്ങളാണെന്നൊക്കെ വിശ്വസിക്കുന്ന കൾച്ചറുള്ള ഒരാൾക്കാരാണ് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ഇവിടുത്തെ വലിയ ഏത് പ്രോജക്റ്റ് വരുമ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സും കൂടെ ഇൻവോൾവ് ആക്കണം എന്ന ഒരു ചിന്ത എനിക്കുമുണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിലും ആണെങ്കിലുമൊക്കെ അവരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യും, നേരായ വഴിക്ക് നയിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരം പ്രോജക്റ്റുകളുടെ എതിരായിട്ട് തലതിരിക്കാനും നമ്മൾ പാടില്ല. കാരണം അത് നമ്മുടെ നിലനിൽപ്പിന് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. ഇനി ഈ ഒരു ഗവൺമെൻറ് ബോഡീസ് ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ,
ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ മാൻ പവറാണ്. അപ്പം ഇവിടുത്തെ ഒരു എന്താ പറയുക പരിസ്ഥിതി, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഒരു പരിസ്ഥിതി എന്താണെന്ന് പഠിക്കാനും അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നാലെന്ന് പഠിക്കാനും ഏതൊക്കെ ജീവികളെ ബാധിക്കും ബാധിക്കാണ്ടിരിക്കും എന്നൊക്കെ പഠിക്കാനുമൊക്കെ വില്ലിങ് ആയിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് യൂത്ത്, നല്ല സ്പിരിറ്റുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കൺസിഡറേഷനും കൂടെ, അല്ലെങ്കിൽ അവരെ കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കാം എന്നുള്ളൊരു കൺസിഡറേഷനും കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അഫ്കോഴ്സ് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും 10 മുഴം കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരത് ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേയ്സ് അതൊക്കെ ആവശ്യമാണ്. ഇനി ഇതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് അതിനപ്പാടെ എതിർത്ത് നശിപ്പിച്ചിട്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൺട്രി ഡെവലപ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ പല മാറ്റങ്ങളും നമ്മൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. മാറ്റം മാത്രമാണ് എന്താ പറയുക മാറ്റമില്ലാത്തതായിട്ട് തുടരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ചിന്തകൾ എല്ലാവരും കൺസിഡർ ചെയ്യണം. എല്ലാവർക്കും പരമാവധി ദോഷമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടെ നമുക്ക് കൊണ്ടുവരാം. എനിവേയ്സ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എല്ലാം കൊണ്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനും അതിൻ്റെ ഉള്ളിലത്തെ അന്തേവാസികളായിട്ടുള്ള ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പ്രോജക്റ്റിനെ കൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഹാബിറ്റാറ്റ് ലോസ് വളരെ കുറവ് മാത്രം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നും പറയാറുള്ളത് പോലെ ഇന്ത്യയാണ് ജയിക്കേണ്ടത്, ഇന്ത്യയാണ് ഡെവലപ്ഡ് ആവേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, ഇന്ത്യ ഭരിക്കുന്നവർക്കും ഭരിക്കാണ്ടിരിക്കുന്നവർക്കും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ കുറെ കൂടെ നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം. ഇനി വേറൊരു കാര്യം കാണിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊക്കെ എതിരെ ഈ ഒരു ഹാബിറ്റാറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച രാഹുൽ ഗാന്ധിയോട് കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട് ഇങ്ങനെ കാണിച്ചിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സംഗതി പണിതപ്പം നിങ്ങൾ അവിടെ ഹാബിറ്റാറ്റ് ലോസ് ഒന്നും നടത്തിയില്ലേ എന്നാണ് പുള്ളിയോട് ചോദിച്ചത്. എനിവേയ്സ് അതിന് അദ്ദേഹം മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. സോ ക്രിറ്റിസിസം ഷുഡ് ബി ദർ എന്ന് കരുതിയിട്ട് എല്ലാ പ്രോജക്റ്റും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഇരിക്കേണ്ടത്. എല്ലാ ക്രിറ്റിസിസവും വേണം, എന്നാൽ മാത്രമേ കുറെ കൂടെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഗവൺമെൻറ്റുകൾക്ക് പെരുമാറാനായിട്ട് സാധിക്കുള്ളൂ. സോ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യ ജയിക്കട്ടെ, ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എല്ലാം കൊണ്ടും ഒരു സക്സസ് ആയിട്ട് മാറട്ടെ. ആൻഡ് ഇന്ത്യക്ക് ആ ഒരു മാരിടൈം ചോക്ക് പോയിന്റ്, ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ വളരെ വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ മേൽക്കോയ്മയൊക്കെ ലഭിക്കട്ടെ. ഭരിക്കുന്നവരാണെങ്കിലും ഓപ്പോസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ടത് നാഷണലിസ്റ്റിക് ആയിട്ടാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൊമെൻറ്റുകൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വികസിക്കേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിഭീകരമായിട്ട് പ്രകൃതിനെ നശിപ്പിക്കാണ്ട് കുറച്ചും കൂടെയൊക്കെ സസ്റ്റൈനബിൾ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യും, അവരെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാണ്ട് എല്ലാം മുങ്ങിപ്പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല നമുക്ക് വേണ്ടത്. സസ്റ്റൈനബിൾ ആയിട്ട് കാര്യങ്ങൾ പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറയാനുള്ള മറ്റൊരു കോമഡിയും കൂടി ഉണ്ട് കേട്ടോ. ഏത് പ്രോജക്റ്റ് വന്നാലും അതൊക്കെ അദാനിയുടെ നെഞ്ചത്തേക്ക് ആൾക്കാർ കൊണ്ടുപോകും. പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആൾക്കാർ, എന്താ അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കണം. ഇതിനകത്ത് അദാനി മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിനകത്ത് പെടുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ പ്രോജക്റ്റുകൾ വരുമ്പം വലിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പണിയെടുക്കാനും പറ്റുന്നവർക്കേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കുറേ കുറ്റം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് അദാനിയെ പോലുള്ളൊരു ബിസിനസ്സുകാരൻ കുറച്ചുകൂടെ നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണമെന്നും പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് രാജ്യത്തിന് ഗുണകരമായിട്ട് വരണമെന്നുമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങളും ഗുണങ്ങളും നല്ല ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ഒരു എന്താ പറയുക, ഈ ക്ലാസ്സിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നേക്കാൾ 2 മാർക്ക് കൂടുതൽ അവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ ഭയങ്കര ഒരു കുശുമ്പെല്ലാം കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തില്ല. എന്താ പറയുക, ഈ ഒരു പൊട്ടക്കുളത്തിലെ തവളകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ജീവിതം നമ്മളെല്ലാവരും അവസാനിപ്പിക്കേണ്ട കാലമായി.
ഇനി നമുക്ക് വലിയ വലിയ ചിന്തകളും വലിയ ആഗ്രഹങ്ങളൊക്കെ വേണ്ട, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് പറ്റുള്ളൂ. ലൈക്ക് കുന്നോളം മോഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുന്ന കേട്ടിട്ടില്ലേ? സോ ഇന്ത്യക്കാരെല്ലാവരും കുന്നോളം മോഹിക്കുക, എല്ലാവർക്കും കുറേ കുന്നിക്കുരുവോളമൊക്കെ നേടാൻ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ നാട് വലുതാവട്ടെ. ഇന്ത്യയാണ് ജയിക്കേണ്ടത്, ഇന്ത്യ മാത്രമാണ് ജയിക്കേണ്ടത്, ഇന്ത്യയാണ് എപ്പോഴും സസ്റ്റൈൻ ചെയ്യേണ്ടത്. സോ തലയ്ക്ക് മുകളിൽ ഏറ്റവും വലിയ ആശയം അത് തന്നെ ആയിട്ടിരിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവട്ടെ. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുക, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക.